Raksha Vijin. Welcome back to my channel. Welcome back to my new video. ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ടാണ് നമ്മൾ വന്നത്. ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്ത കരന്തൂർ സേവാ സമിതിക്ക് ഒരുപാട് നന്ദി. പപ്പ, എന്താ ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ പ്രത്യേകത? കർണാടകയിലെ മൈസൂർ ജില്ലയിൽ എത്തുന്ന ഓരോ വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടനത്തിന്റെ പുണ്യം ചൊരിഞ്ഞ് ഒരു ദൈവസന്നിധി ചാമുണ്ഡി ഹിൽസ്. മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരെയായി ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നു. ഈ ഒരു മലയുടെ മുകളിലായിട്ടാണ് പ്രശസ്തമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം. മഹിഷാസുര മർദ്ദിനിയും പാർവതി ദേവിയുടെ അവതാരവുമായ ചാമുണ്ഡി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഹിന്ദു പുരാണം പറയുന്നത് 3 ലോകവും അടക്കിവാണിരുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹിഷാസുരൻ. ദേവന്മാരുടെ സർവനാശം അതായിരുന്നു മഹിഷാസുരന്റെ ലക്ഷ്യം. ആ ഒരു കാര്യലബ്ധിക്കായി മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. കഠിനമായ തപസ്സിന് ശേഷം ബ്രഹ്മാവ് അവനിൽ പ്രസാദിച്ചു. ഭൂമിയിൽ പിറന്ന ആർക്കും എന്നെ കൊല്ലാൻ പറ്റരുത്. മനുഷ്യരുടെ കൈകൊണ്ടോ ദേവന്മാരുടെ കൈകൊണ്ടോ എനിക്ക് മരണമുണ്ടാകരുത്. മരണം അനിവാര്യമെങ്കിൽ അതൊരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രം. സ്ത്രീകൾ അബലകളാണ്, അവർക്ക് ശക്തനായ എന്നോട് പൊരുതാൻ പറ്റില്ല എന്ന് മഹിഷാസുരൻ വിശ്വസിച്ചു. ബ്രഹ്മാവ് ആ വരം നൽകി അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായത് ഭൂമിയിലും ദേവലോകത്തും അവൻ ആക്രമണം അഴിച്ചുവിട്ടു. ദേവന്മാർക്ക് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവർ സ്വയരക്ഷയ്ക്കായി ത്രിമൂർത്തികളോട് അപേക്ഷിച്ചു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തി സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി. അതായിരുന്നു പാർവതി ദേവിയുടെ അവതാരമായ ചാമുണ്ടേശ്വരി അഥവാ സാക്ഷാൽ ദുർഗാദേവി. തുടർന്ന് ദേവിയും മഹിഷാസുരനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. യുദ്ധത്തിന്റെ 10ാം ദിവസം ഈ മലമുകളിൽ വെച്ചാണ് മഹിഷാസുരനെ ദേവി വധിച്ചത് എന്ന് അറിയപ്പെടുന്നു. ആസുര ശക്തികൾക്ക് മുകളിൽ ദേവി വിജയം കൈവരിച്ച ഈ ഒരു ദിവസമാണ് വിജയദശമി. ക്ഷേത്ര കവാടത്തിന് മുന്നിലായി മഹിഷാസുരന്റെ ഒരു ഭീമാകാരമായിട്ടുള്ള പ്രതിമയും നിങ്ങൾ കണ്ടു കാണുമല്ലോ. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല.